ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇത് ഏകദേശം 4:45 ഞാൻ എണ്ണീറ്റ് കുളിച്ച് റെഡിയായിട്ട് ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. അവിടെ ഇന്ന് പീക്കുവിൻ്റെ വക ഒരു സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാനും ഏട്ടനും പീക്കും കൂടെ പോവാണ്. പീക്കു ആക്ച്വലി ഉറക്കമാണ്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകണതാണ് കേട്ടോ നമ്മൾ. കാരണം ഈ 4:45 ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ തന്നെ തലേദിവസം കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അത് നവീൻ മാമനെ കൊണ്ട് പേടിച്ചിട്ട് ഞാൻ ഉറക്കം എണീറ്റേ ഉള്ളൂ. അയ്യോ. അപ്പോൾ പോപ്പിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു, പോപ്പിയും ചീച്ചിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ അച്ഛൻ്റെ മടിയിലിരുന്ന് പോപ്പി അപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ മടിയിരുന്ന് കാക്കിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ചേച്ചി കുളിച്ച് റെഡിയാതാ. ഇപ്പം ചേച്ചി ഈ ഒരു അവസ്ഥയിലൊക്കെ നടക്കും കേട്ടോ. പിന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു രാവിലെ. അത് ഒരു പ്രത്യേക വികാരമാണല്ലോ രാവിലത്തെ ഫുഡ്. അപ്പോൾ കുറച്ച് ഞാൻ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകണം. വീടും അമ്പലവും തമ്മിൽ ഒരു വീട് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, അത്ര വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ അപ്പവും പീക്കും പോപ്പിയും ഇവർ മൂന്നുപേരായിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. പീക്കു പിണങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓൾറെഡി രാവിലെ എണീപ്പിച്ചതിൻ്റെ മൂഡ് ഓഫ് അവനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നമ്മളെ സ്പെഷ്യൽ പൂജയുടെ ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാക്കി. പിന്നെ വീട്ടിൽ നിന്ന് കളക്ഷൻ എങ്ങനെ അറിയാമല്ലോ എല്ലാവർക്കും. അതുപോലെ കുറച്ച് കളക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചേച്ചി തടിയനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നവീൻ ചേട്ടൻ നേരത്തെ പോയി. ഞാനും ചേച്ചിക്ക് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചേച്ചിയുടെ കൂടെ ഇറങ്ങിയിട്ട് ഇവരെന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്ന് ഞാനും പീക്കും കിടക്കുകയാണ് കേട്ടോ. ചേട്ടൻ നേരത്തെ വന്നിട്ട് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. ഞാനും പീക്കും കിടക്കുകയാണ്. ഇപ്പോൾ സമയം 10:15. അപ്പം കുറച്ച് നേരം ഉറങ്ങൂല, ചുമ്മാ കിടക്കും. ഇന്നലെ ഞാൻ കിടന്നില്ല, അതുപോലെ കുറച്ച് നേരം ചുമ്മാ കിടക്കും. ചിലപ്പോൾ ഉറങ്ങും. ഈ കുട്ടനിവിടെ എന്താ. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം കാണാം. ഓക്കെ. ഉറക്കം വരണുണ്ട് കുറച്ചധികം. പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. പീക്കുള്ളതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ കിടക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന് കുറച്ച് നേരം കിടന്നപ്പോഴാണ് ഞങ്ങളുടെ ബെഡ്റൂമിൽ AC കുറച്ച് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ട് അപ്പോൾ ഉറക്കപ്പിച്ചിലാണ് അച്ഛനും മോനും ഇരിക്കുന്നത്. ഉണർത്തിയിരുത്തിയിരിക്കണതാണ് രണ്ടുപേരുടെ മുഖവും ഇങ്ങനെ ഇരിക്കണം കേട്ടോ. AC ചെറിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. പക്ഷേ ഉറങ്ങാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞിട്ട് പക്ഷെ അത് നടന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുറച്ച് ബേർഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെലികോപ്റ്റർ ബജ്ജീസ് എന്ന് പറയും കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ഗ്രീൻ കളറാണ് എനിക്കിൻ്റെ കുറച്ചുകൂടെ താല്പര്യം കൂടുതൽ. പക്ഷേ നമുക്ക് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ള ഈ കളറായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് മേടിച്ച് ബാക്കി ഗ്രീൻ എന്തായാലും വഴിയെ വരണതാണ് കേട്ടോ. മുന്നോട്ടുള്ള വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ നമ്മുടെ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാനും പീക്കുട്ടനും ഇറങ്ങി ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. പീക്കുട്ടൻ ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് അവൻ്റെ ടോയ്സൊക്കെ എടുത്ത് എൻ്റെ ബാഗിലിടുന്നതാണ്. അത് എവിടെ പോയാലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ചായക്കപ്പ് ആക്ച്വലി കുറച്ച് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പാലിയാച്ചിന് കിട്ടിയൊരു ബ്ലാക്ക് കപ്പുണ്ട്. ഞാൻ അതിലാണ് എപ്പോഴും ചായ കുടിക്കുന്നത്. എനിക്കൊരു കപ്പുണ്ടെങ്കിൽ അത് തന്നെ കുറേ നാൾ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതും ഒരു കപ്പ് മേടിച്ചു. പിന്നെ കുറച്ച് ക്യാൻഡിൽസും പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങൾ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ പീക്കുട്ടി എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊന്നും ബില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് കയ്യിലെടുത്ത് വെച്ചിരിക്കണേ ഉള്ളൂ. പീക്കുട്ടൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഷോപ്പിംഗ് സമയത്ത് കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതൊക്കെ തിരിച്ചു വയ്ക്കും കേട്ടോ. പിന്നെ അവന് ബുക്സ് ഇച്ചിരി ക്രേസ് ഉണ്ട്. ബുക്സൊക്കെ കഥയൊക്കെ വായിച്ചു കൊടുക്കാനും അവന് സ്റ്റോറി നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണ ഒരു കാര്യമാണ് അവന്. അതിലൊരു ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ ഏത് ബുക്ക് എടുത്താലും ഞാൻ മേടിച്ചു കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് പിന്നെ ദോശയൊക്കെ ചുട്ട് കഴിച്ചു. ആക്ച്വലി ഒരു 3 മണി ആ ഒരു സമയമൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞാനും പീക്കൂട്ടനും ദോശയൊക്കെ കഴിച്ചു. ചേട്ടൻ അവിടെ അപ്പുറത്തെ വീട്ടിലുണ്ട്, പെറ്റ്സിൻ്റെ അവിടെയാണ് കേട്ടോ. കുറച്ച് ബിസി ആയത് കാരണമാണ് ചേട്ടനെ കാണിക്കാത്തത്. ഞാനിങ്ങനെ ആൾക്കാർ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ അവരെന്തൊക്കെയായിരിക്കും വാങ്ങിച്ചതെന്ന്. എന്താ ആക്ച്വലി പർപ്പസ്ഫുള്ളി പോയതല്ല. അങ്ങനെ ഒരു ചീനച്ചട്ടി വാങ്ങിക്കാനാണ് ആക്ച്വലി അവിടെ കയറിയത്. പിന്നെ പീക്കുവിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് ഇപ്പോൾ അവൻ്റെ ബോറടിക്കാൻ 1-2 ടോയ്സ് മേടിക്കണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ പോയിട്ട് വന്നപ്പോഴും ഇത്രമാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. കാണിച്ചു തരട്ടെ എന്തൊക്കെയാണ്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതെന്തോന്നറിയോ, ഇതിൻ്റെ പിക്ചർ, ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇതിൽ ഈ സ്ട്രോ പോലത്തെ സംഭവത്തിൽ നമുക്ക് ബലൂൺസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി പീക്കുവിൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് അടുത്ത മാസം ഫെബ്രുവരി 3-ാം തീയതി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. കാരണം എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി. ഇത് 50 രൂപയാണ്. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങി. അതിപ്പോൾ നമ്മളെ പോപ്പിയുടെ അതായത് നമ്മൾ തടീൻ്റെ കുടുപ്പില്ലേ, അവൻ്റെ 6th മന്ത് ജാനുവരി 25-നാണ്. അപ്പം അവൻ്റെ 1-2 ഫോട്ടോസ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കേക്ക് അവന് തിന്നാൻ പറ്റില്ല, അവൻ്റെ അമ്മയ്ക്കും പിന്നെ അവൻ്റെ മാളുവിനും പിന്നെ പീക്കു ചേട്ടനൊക്കെ തിന്നാൻ വേണ്ടിയിട്ടൊരു ചെറിയ കേക്ക്. അപ്പം അവനും കൂടെ വേണ്ടിയിട്ട് ഞാൻ അതിൽ അവൻ്റെ യൂസ് ചെയ്യാം, ഇവൻ്റെ യൂസ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണേ. ഞാനൊരു ക്യൂട്ടായിട്ടൊരു ഫ്ലമിങ്ങിൻ്റെ ഒരു ബുക്കുണ്ട്. പക്ഷെ വെറൈറ്റിയാണ്. കണ്ട ഇങ്ങനത്തെ പേജുള്ള ബുക്കൊന്നും എനിക്കില്ല. ഇങ്ങനെയാണ് ഞാൻ നവീൻ സാറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഞാൻ പോയത് ഈ സാധനം മേടിക്കാൻ വേണ്ടി ചെന്നാൽ അത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് വാങ്ങിക്കാനാണ് ഞാൻ അവിടെ കയറിയത്. പിന്നെ പോയതല്ലേ ഒരു വഴിക്ക്, ഇപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ ആറ്റാനുള്ള സാധനം എൻ്റെ ഇല്ലായിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കറിയാം, ഞാൻ സ്റ്റോറീസൊക്കെ ഇടുമ്പോഴത്തേക്കും അല്ലല്ല നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ചായ ആറ്റുന്ന സാധനം ഇല്ലായിരുന്നു വെച്ചു പതപ്പിക്കാനൊന്നുള്ളത്. അപ്പം അതൊരെണ്ണം വാങ്ങിച്ചു. ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ പാത്രങ്ങൾ വാങ്ങിച്ചേട്ടോ, കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ. അതായത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടോ മാറ്റി വെക്കുമ്പോൾ എടുത്ത് വെക്കാനുള്ള പാത്രങ്ങൾ എനിക്കില്ലായിരുന്നു. അപ്പം അതെല്ലാം എനിക്ക് ഇപ്പോഴാണ് കുറച്ചായിട്ട് ആവശ്യം വന്നത്. അല്ലാതെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും നാളെ പോകാൻ പറ്റി. അപ്പം ഇനി കുറച്ച് ഫിഷൊക്കെ നിർത്തി കുറച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഓരോ സൈസിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതല്ല ഇത്, 2 വ്യത്യാസമുണ്ട്, വലുതും ചെറുതുമാണ്. പിന്നെ ഇത് എൻ്റെ ചായയുടെ കപ്പ് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. നല്ല രസമില്ലേ? കുറേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ കുറച്ച് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ ഇത് മേടിച്ചായിരുന്നു. പിന്നെ വേറെ എൻ്റെ ഒരു ഒബ്സഷനാണ് ക്യാൻഡിൽസ് ഞാൻ കുറച്ചധികം മേടിച്ച് വെക്കുന്ന ഒരാളാണ്. ക്യാൻഡിൽസ് സ്ഥിരമായിട്ട് കത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് കേട്ടോ, സാധാ അല്ല. ഇത് വന്നിട്ടൊരു നല്ല മണമാണ്. എന്തിൻ്റെ മണമാണെന്ന് ചോദിച്ചാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിഞ്ഞൂടാ. ഇത് ലാവെൻഡറാണ്. പക്ഷെ ഇത് ബ്ലൂ എന്താണ്, സീഷോർ എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു ബ്രീസി ഒരു കൂൾ ബ്ലൂ പോലത്തെ ഒരു മണമാണേ. ഇത് എക്സാക്റ്റ് ലാവെൻഡറിൻ്റെ ഒരു മണമാണ്. യൂസ്ഫുൾ സാധനങ്ങളാണ്. നമ്മുടെ എന്താണ് ഞാൻ പറയണ കയ്യറ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഗ്ലൗസ് ആണ്. കാരണം ഇവിടെ നമ്മൾ ചെടിക്കൊക്കെ കെമിക്കൽ അടിക്കുമ്പോഴത്തേക്കും എനിക്ക് ആവശ്യമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ കിച്ചൺ വൈപ്പ്, സ്പോഞ്ച് വൈപ്പ് പോലത്തെ, അതെനിക്ക് എപ്പോഴും ആവശ്യം വരുന്ന സംഭവം. ഞാൻ നോർമലി തുണി ഇട്ടിട്ടാണ് തുടയ്ക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പം വിലക്കുറവിന് കണ്ടപ്പം മേടിച്ചതാണേ. പിന്നെ കുറച്ച് സ്റ്റേഷനറീസ് ആണ്. ഇത് പിഗുട്ട വാങ്ങിച്ച സ്റ്റോറി ബുക്കാണ്. ഇവൻ ബുക്ക് വായിക്കും കേട്ടോ. ബുക്ക് വായിക്കും മീൻസ് ഞാൻ കഥ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾ. സ്റ്റോറി ബുക്ക് വായിച്ചു കൊടുക്കും, കിടക്കാൻ നേരത്ത് ഒക്കെ വായിച്ചു കൊടുക്കും. പിന്നെ ഞാനൊരു പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പീക്കുവിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇവന് സ്കൂളിൽ ലൈക്ക് എന്താണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ ഇത് ഇവൻ എടുത്തതാണ്. ഇതെന്തിനാണ് ഇവൻ എടുത്തതെന്ന് ചോദിച്ചാൽ കണ്ടപ്പോൾ എടുത്തതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പെപ്പ പിക്കിൻ്റെ ഒരു ഹാൻഡ് ബാഗ്. ഇടയ്ക്ക് കുറേ നാൾ ഇതുപോലെ എന്തോ ഒരു ബാഗ് ഉണ്ടായിരുന്നു ഇവന്. അതിൻ്റെ അകത്താണ് എല്ലാ സ്ഥലത്തും ഞാൻ ഹാൻഡ് ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. ഇവനും അതുപോലെ കുറച്ച് നാൾ അവൻ്റെ ടോയ്സൊക്കെ ഇങ്ങനത്തെ ഒരു ബാഗിൽ തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. എവിടെ പോയാലും ആ ബാഗ് കൊണ്ടുപോകാമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ അവൻ ആ ശീലം അങ്ങ് നിർത്തി കേട്ടോ. പിന്നെ ഞാൻ 2 പൗച്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫെവിസ്റ്റിക്ക് പീക്കുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഇത്രയും സാധനങ്ങൾ മാത്രമേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കളക്ഷൻ. പിന്നെ പീക്ക് കുറച്ച് ടോയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആക്ച്വലി അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഞാൻ ചോദിച്ചാൽ പിന്നെ ഇവിടെ ഇപ്പം എന്താണ് പലതും സംഭവിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ചോദിക്കണില്ല. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനത്തെ
ഷോപ്പിംഗ് കാർട്ട്, അതിൻ്റെ അകത്ത് പിസ്സ, ബർഗർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള പാക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞങ്ങളിന്ന് പോയിട്ട് മേടിച്ചത്. ബാക്കി വിശേഷം കാണാം പിന്നെ. ഓക്കെ, എൻ്റെ ഈവനിങ് പരിപാടിയിലോട്ട് കടന്നിട്ട് ആദ്യം തന്നെ ചായ ഇട്ട് കുടിച്ച, കാരണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ചായയും മാഗിയും ആണ് കഴിച്ചിട്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാഗി, പക്ഷേ എന്നാൽ ഇപ്പം ഭയങ്കര അധികമായിട്ട് ഞാൻ കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വീട് നല്ല ഈ കോലത്തിൽ എൻ്റെ പീക്കുക്കുട്ടനാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പണി ചെയ്ത് തീർക്കാനൊരു ഇൻട്രസ്റ്റാണ് കേട്ടോ. പീക്കുക്കുട്ട അവിടെ ഇരുന്ന് കളിക്കണതാണ്. ആക്ച്വലി അവിടെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ എപ്പോഴും ഞാൻ വെള്ളം ഒഴിച്ചു വയ്ക്കും. അപ്പോൾ അവിടെ അവൻ്റെ ടോയ്സൊക്കെ കൊണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡിന്നറാണ്, അതോടെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിയും. അപ്പോൾ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെയൊക്കെ കുക്ക് ചെയ്യേണ്ടായിരുന്നല്ലോ. ഓൾറെഡി ഫുഡ് അവിടെ നിന്നൊക്കെ നമ്മൾ തപ്പി സെറ്റ് ചെയ്ത്. അന്ന് രാത്രി ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കൻ കുറച്ച് നാളെ ഇവിടെ ഉണ്ടാക്കി വെച്ചപ്പം ഫ്രൈഡ് റൈസും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, റൈസുണ്ട്, കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം കൂടി ഇട്ട് തട്ടിക്കൂട്ടി നമുക്കൊരു ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഉണ്ടാക്കാം. പ്ലസ് ബീഫ് ഇരിപ്പുണ്ട്. ഞാൻ ബീഫ് കഴിക്കില്ല, ചേട്ടനും ബീഫ് കഴിക്കും. എനിക്ക് അലർജിയാണ് കേട്ടോ. പീക്കുവിന് കുഞ്ഞിലെ പ്രശ്നമായിരുന്നു ബീഫ്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. ഒന്ന് ഞാൻ ഒതുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് എനിക്കുള്ളത്. പിന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അവനങ്ങ് അഴിച്ചു വെട്ടിക്കാണ്. അവൻ ചെയ്തിട്ട് പോകുമ്പോൾ ഞാനങ്ങ് വൃത്തിയാക്കും. പക്ഷേ എക്സ്ട്രീം ഒന്നിനൊന്നും വിടില്ല കേട്ടോ. പിള്ളേരുടെ ഈ പ്രായത്തിൽ ചെയ്യണ പരിപാടികളുണ്ടല്ലോ, അതിനൊക്കെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കും. ഓക്കെ, ബീഫും കൂടെ ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. കുറേ വെജിറ്റബിൾസ് ഞാൻ ഇതിലിടും കേട്ടോ. അതാണ് കളർഫുള്ളായിട്ടിരിക്കുന്നത്. നമ്മുടെ പർപ്പിൾ ക്യാബേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീടെല്ലാം ഒന്ന് റൗണ്ട് ഒതുക്കാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ പീക്കുക്കുട്ടന് ഇനി ഇവനെ മേല് കുളിപ്പിക്കണം, ഞാനും മേല് കുളിക്കണം. ഈ 2 പരിപാടിയുണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യണം കേട്ടോ. പീക്കുട്ടന് ചെറിയ തൊണ്ടടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെക്കൊണ്ട് ഞാനിങ്ങനെ വോയിസ് പുറത്തോട്ട് വരുത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നിനക്ക് സൗണ്ടില്ല, നീ വെള്ളത്തിൽ കളിക്കണമെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് മേലുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാന് പിന്നെയും സൈക്കിൾ വെട്ടണം. അപ്പം നിങ്ങൾ സമയം ഓൾമോസ്റ്റ് 11:45 12 നിങ്ങൾ ഓർക്കണം. അങ്ങനെ പിന്നെ അവൻ കുറേ നേരം മുറ്റത്തൂടെ സൈക്കിളൊക്കെ ചവിട്ടി, അവന് സമാധാനം ആവണ വരെ സൈക്കിളൊക്കെ ചവിട്ടി കേട്ടോ. അപ്പോൾ ഗൈസ്, ഡിന്നറൊക്കെ കഴിഞ്ഞ് എൻ്റെ രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം കിടക്കാറായി. ചേട്ടൻ ഇതുവരെ വന്നില്ല. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു 1:45. ഓൾമോസ്റ്റ് 1:45 ആവാറായി. പക്ഷെ എൻ്റെ വിഷൻ ബോർഡ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ അഫർമേഷൻ എഴുതും. എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ സംഭവങ്ങളൊക്കെ കുറേ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനത് ചെയ്യും. പിന്നെ പ്രാർത്ഥിക്കും. ഈ വക കാര്യങ്ങൾ ഇതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്തതാണ് കേട്ടോ. ആക്ച്വലി അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും അവരുടെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തോ എന്ന് പറയണേ. ഞാൻ എൻ്റെത് സെറ്റ് ചെയ്തില്ല. എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കാണ്. പക്ഷെ കട്ട് ചെയ്ത് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വിഷൻ ബോർഡിൽ കുറച്ചുകൂടെ പിക്ചേഴ്സ് ആഡ് ചെയ്യാനുണ്ട് എനിക്ക്. ഇതിന് പ്രിൻ്റ് ഔട്ട് എടുത്തില്ല ആക്ച്വലി. സോ എല്ലാം പകുതി വഴിക്ക് നിർത്തിയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. മറന്നു പോണതാണ്, പകുതിയാക്കി വെച്ചിട്ട് മറന്നു പോകും. സോ അതിനി എനിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ചേട്ടൻ ഇനി വന്നിട്ട് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അപ്പോൾ ഇനി നാളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. കൊള്ളായിരുന്നു. ഇന്നത്തെ ദിവസം ക്വൈറ്റ് നല്ലതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നാളെ കിടന്നു. ഓക്കെ.